ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. സുധീഷിന് മാത്രം ഉദ്ദേശിച്ചതൊന്നും സാധിച്ച് കിട്ടിയില്ല. സുധീഷ് അതിൻ്റെ ദേഷ്യത്തിൽ നടക്കുമ്പോൾ നിധിക്ക് സുധീഷ് സെപ്പറേറ്റ് മേടിച്ചൊരു കേക്കുണ്ടല്ലോ, ആ കേക്കെ ചവിട്ടിക്കൊണ്ട് ദേ പോകണം അച്ഛൻ. സുധീഷ് അവിടെ കിടന്ന് കോലാഹലം ഉണ്ടാക്കുക. കേക്കിൻ്റെ മുകളിൽ കൂടെയാണോ നടന്നു പോകണമെന്ന് ചോദിച്ചു. എടാ, നടക്കണ വഴിയിൽ കേക്ക് ആരെങ്കിലും കൊണ്ട് വെക്കോടാന്ന് ചോദിച്ചു. അങ്ങനെ ആ കേക്ക് ചവിട്ടി അരച്ച് ഒരു പരുവത്തിലെത്തിച്ചു. ആ കേക്ക് വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ദേ ഈ കേക്ക് എടുത്ത് ഇങ്ങനെ നടവഴിയിലെല്ലാം കൊണ്ട് വെക്കണമെന്ന് ആദ്യം പഠിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധീഷിൻ്റെ ആ സ്വപ്നവും പൊളിച്ച് അച്ഛൻ അവിടെ നിന്ന് പോയി. ആ കേക്ക് അതിലെല്ലാം വെച്ച് തേച്ച് ചവിട്ടി അരച്ച് എൻ്റെ ഹാർട്ട് ചവിട്ടിക്കൊണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ സുധീഷ് സങ്കടപ്പെട്ട് നിൽക്കുക. ചളായി എന്ന് ഹരീഷ് സുഭാഷിനോട് ചെവിയിൽ പറഞ്ഞു. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അച്ഛൻ പിന്നെ അവിടെ പോയി കാലൊക്കെ കഴുകി വൃത്തിയാക്കി. ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോട് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് നിന്ന് കരയുമ്പം സാരമില്ല, ഒരെണ്ണം മുറിച്ചല്ലോ എന്ന് നിധി അന്നേരം പറഞ്ഞു. ആ അതെ, അത് വിട് സുധീഷ് ഏട്ടാ, നല്ലൊരു ദിവസം അടിച്ചുമ്പോൾ വഴക്കുണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. ആ അതേടാ, നീ വിട് നികേഷ്, നീ അതെടുത്ത് കളഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പറഞ്ഞു. നികേഷ് അത് എടുത്തുകൊണ്ട് പോയി. സുഭാഷ് ഏട്ടാ, എന്നാലും ഞാൻ ആശിച്ച് മോന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നിധി നോക്കി. ഈ കേക്ക് നല്ലതായിരുന്നു, അത് മതിയെന്ന് നിധി പറയാട്ടോ. എന്നാലും അതല്ലല്ലോ നിധി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഈ കേക്ക് സ്പെഷ്യൽ തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബർത്ത്ഡേകളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ എല്ലാവരും കൂടെ അതങ്ങ് തിന്ന് തീർക്കുക, ഇവന് തന്നെ എടുത്തു വെച്ചാൽ കേടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ മുറിക്കിടാമെന്ന് പറഞ്ഞു. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവരും കഴിക്കുന്നു. ആ സമയത്ത് അച്ഛൻ പുറത്തിരുന്ന് പാട്ടൊക്കെ പാടുന്നു. ഇതെല്ലാം കഴിഞ്ഞു, നേരം വെളുത്തു. പിന്നെ നികേഷും ഹരീഷും കൂടെ അവിടെ നിന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ഈ പാട്ട് കേട്ട് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് വന്നു. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് നിർത്തി. അപ്പോൾ നിർത്തടാന്നും പറഞ്ഞു നമ്മുടെ സുധീഷ്. ഇന്നലത്തെ സർപ്രൈസ് സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കലക്കെ ഏട്ടാ, സൂപ്പറായി എന്ന് പറഞ്ഞു നികേഷ്. അപ്പോൾ സുധീഷ് ഏട്ടൻ ചെയ്തതിൽ കൊള്ളാവുന്ന കാര്യമാണ് ഇന്നലെ ചെയ്തത്. പക്ഷെ പാതിരാത്രിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചത് പണി ഞാൻ തരുന്നുണ്ട് എന്ന് ഹരീഷ്. ഈയിടെ എൻ്റെ കുണുവാവ എന്നെൻ്റെ കുണുകുണമെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ പാതിരാത്രി 2 മണിക്കൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന കാണാമല്ലോ. 2 അപ്പോൾ ഇന്നാലൊരു ദിവസം 3:30 വരെയായിരുന്നു സംസാരം എന്ന് പറഞ്ഞു. എടാ നീ എനിക്കിട്ട് വേറെ പണിയല്ലേടാ നികേഷേ എന്ന് നമ്മുടെ ഹരീഷ്. അപ്പോഴത്തേക്ക് സുഭാഷ് ഇവർക്കുള്ള ചായ കേട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്തായിരുന്നു ചോദിച്ചു. അപ്പോൾ സുഭാഷ് ഇങ്ങനെ അപ്പോൾ അത് പായസമാണെന്ന് പറയും. പായസമോ? പായസോ, അപ്പോൾ അത് ശരി, ഏട്ടൻ്റെ വക അനിയത്തിക്ക് സ്പെഷ്യൽ മധുരം അല്ലേ എന്നൊക്കെ ചോദിക്കും. അതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവർ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വന്നു. നിധി വന്നപ്പോൾ പായസം കുടിച്ചു. പായസം ഒരുപാട് ഇഷ്ടമായി നിധിക്ക്, അടിപൊളിയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതെന്തിനാ ഈ പായസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത്? ഇപ്പം ഇവൻ രാവിലെ പറഞ്ഞായിരുന്നു നീ ഒന്നും ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഏട്ടത്തി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എല്ലാവരും കൈ കൊടുക്കുന്നു. അപ്പോൾ സുധീഷ് കൈ കൊടുത്തിട്ട് ദീർഘസുമംഗലിയായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ എന്ന് പറയുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിധി നോക്കുക കേട്ടോ. അല്ല, വേറൊന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആശംസാ വാചകമൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നിധി ഇയാളെ ഇഷ്ടപ്പെടുന്നവരുടെയും കൂടെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ, ഓക്കെ എന്ന് സുധീഷ് നിധിയോട്. വലിയ വലിയ ഉയരങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ, ആഗ്രഹിച്ചതെല്ലാം നടക്കട്ടെ. അപ്പം മതി, താങ്ക് യു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിധി നിൽക്കുക. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഇങ്ങനെ എൻ്റെ ചമ്മിയ ചിരിയായിട്ട് നിൽക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇത് എത്ര വലിയ ആഘോഷമാക്കും ഞാൻ അറിഞ്ഞില്ല. താങ്ക് യു വെരി മച്ച്. ഇവനിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വെച്ചേനെന്ന് പറഞ്ഞു. ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ മാഡം അത് വാങ്ങിക്കുമോയെന്ന് അറിയില്ലല്ലോ. നീ ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു, നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എവിടെ? അത് പിന്നെ അതും എടുത്തോണ്ട് വാടാ. ഞാനിപ്പോൾ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് അത് എടുക്കാൻ പോവുക. പിന്നെ അത് കൊണ്ടുവന്ന് നിധിയുടെ കയ്യിൽ കൊടുത്തു. തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു സാരി. അപ്പോൾ സാരി കണ്ടപ്പം ഇഷ്ടമാവുമെന്ന് അറിയില്ല. സെലക്ഷനൊക്കെ അടിപൊളിയാണല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ നിധി. ഞാനിപ്പോൾ വരാവേന്ന് പറഞ്ഞുകൊണ്ട് നിധി അത് ഉടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. സുധീഷ് അവിടെ കിടന്ന് ഡാൻസ് ആട്ടെ എല്ലാവരുടെയും മെക്കിട്ടൊക്കെ കയറി ഡാൻസ് കളിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ആണെങ്കിൽ സാരി ഉടുത്ത് അങ്ങോട്ടേക്ക് വരുന്നു. സാരി ഉടുത്ത് വരുന്ന നിധിയെ കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി നിന്ന് പോയിട്ടോ. ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടാണോ? സാരി വാങ്ങിച്ചു തന്ന ആളിനോട് തന്നെയല്ലേ അഭിപ്രായം ചോദിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം നന്നായിട്ടുണ്ട്, നിധിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് സുധീഷ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ച് സുധീഷ് ഇങ്ങനെ നിൽക്കുക. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഭയങ്കര ആങ്സൈറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് എന്നാൽ പിന്നെ ഞാൻ കഴിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. നിധി വരുന്നു. ഇവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുന്നു. അപ്പോഴത്തേക്ക് സുധീഷ് പുറത്ത് പോയി ഡാൻസ് കളിക്കുന്നു. സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. സുധീഷാണെങ്കിൽ ഭയങ്കര ഡാൻസ്, ഉമ്മറത്ത് നിന്ന് കളിക്കുന്നു, മുറ്റത്തിറങ്ങി നിന്ന് കളിക്കുന്നു, ഡാൻസ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഫോൺ എടുത്താൽ ഗോപി സാറിനെ വിളിക്കുവാണ്. അപ്പോൾ ഗോപി സാറിനെ വിളിച്ചപ്പം ഞാൻ നിധിയാന്ന് പറഞ്ഞു. നിധിയോ? ഏത് നിധി? സാർ ഇന്നലെ വിളിച്ചില്ലേ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ച? ഓക്കെ സുധീഷിൻ്റെ ഭാര്യ. പറഞ്ഞോ എന്താ?
എന്നെ കാണാമെന്ന് സാർ പറഞ്ഞിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം സാർ അവിടേക്കുള്ള വഴി ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം സ്വന്തം കല്യാണം നടന്ന സ്ഥലമൊന്നും അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പം അത് തന്നെ സാർ സുധീഷിൻ്റെ കൂടെയാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ശരി ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ആ സമയത്ത് നിധിയുടെ അടുത്തേക്ക് അവിടുത്തെ ആ സ്റ്റാഫ് വന്നു. ഹലോ നിധി, അപ്പം ഞാൻ നേരത്തെ ഇറങ്ങുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് നിധി ചോദിച്ചു. ഒരു കാര്യത്തിന് ടൗൺ വരെ പോകണമായിരുന്നു എന്ന് പറയുമ്പം അതിനെന്താ പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവിടെ നേരത്തെ പോകുന്നതിനോ ലീവ് എടുക്കുന്നതിനോ അങ്ങനെ ഫോർമാലിറ്റി ഒന്നുമില്ല എന്ന് പറയാം. പിന്നെ മാനേജ് ഗ്രൂപ്പിലൊരു മെസ്സേജ് വിടണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റെടുത്ത വർക്ക് പറഞ്ഞ ദിവസത്തിനുള്ളിൽ തീരണം, അത് മാത്രം നോക്കിയാൽ മതിയെന്ന് അദ്ദേഹം പറയാം. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു നിധി കേട്ടോ. അതും പറഞ്ഞങ്ങ് പോയിട്ട് അല്ല നിധി ടൗണിലേക്കല്ലേ പോകുന്നതെന്ന് പറഞ്ഞ്. അപ്പം അതെ ഞാനും ഇപ്പം ആ റൂട്ടിലേക്കാണ് പോകുന്നത്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞപ്പം അയ്യോ അത് വേണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം എന്ന് പറഞ്ഞു. എന്തിനാ ബസ്സിലൊക്കെ പോയി കഷ്ടപ്പെടുന്നത്, ഞാൻ എന്തായാലും ആ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നിധി അന്തം വിട്ട് നോക്കുക. പഴവങ്ങാടി അമ്പലമല്ലേ, അതിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി അവിടെ വർക്ക് ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സൈറ്റ് വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അപ്പം വേണമെങ്കിൽ അപ്പോൾ ഞാൻ ഒരു റിലേറ്റീവിനെ കാണാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പം അതിനിപ്പോൾ എന്താടോ, ഞാൻ തൻ്റെ റിലേറ്റീവിനെ കാണാനൊന്നുമല്ല വരുന്നത്, ഞാൻ വഴിയിൽ അങ്ങ് ഇറക്കി വിടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അല്ല എൻ്റെ കൂടെ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നെങ്കിലും അല്ല അങ്ങനെയൊന്നുമില്ല, എന്നാൽ പിന്നെ ബാഗ് എടുത്ത് റെഡിയായി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നിധി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നിധിയുടെ നേരെ അദ്ദേഹത്തിനൊരു നോട്ടമുണ്ട്. അങ്ങനെ ഇവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അതെ ഇവിടെ ഒന്നും അല്ലേ നിധി, സോറി പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, എന്താ ചോദിച്ചേ? അല്ല ഒന്നുമില്ല, അപ്പം പാട്ട് കൊള്ളാമല്ലേ എന്ന് ചോദിച്ചതാ. അപ്പം കൊള്ളാം, നല്ല പാട്ടാണെന്ന് നിധി. അപ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചു. പക്ഷെ നിധിയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് നിധി ആ ഒരു മൈൻഡിലൊന്നും അല്ല. അപ്പോൾ ഇതെന്തിനാ കസിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നത്? അപ്പോൾ എന്താ തക്കലയിലേക്ക് എന്നാ പോകുന്നതെന്നാണ് ചോദിച്ചത്. അത് പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നതാണെന്ന് നിധി പറയുമ്പം അതുകൊണ്ടാണോ റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിക്കണേ? അപ്പം അതേന്ന് പറഞ്ഞു. അല്ല ഇപ്പം എവിടേക്കാണ് പോണേ? അത് പിന്നെ എന്നെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് ഇറക്കിയാൽ മതി. സോറി പോലീസ് സ്റ്റേഷനോ? അവിടെ ഒരു റിലേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്, ആളിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം ആണോ ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ നിധിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. അപ്പം നിധി ആണെന്നുണ്ടെങ്കിൽ ആ കോൾ എടുക്കണം. ഹലോ ശ്വേത, ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞ് കൂട്ടുകാരി വിളിച്ചതാ. അപ്പോൾ താങ്ക് യു ഡി. അതെ എന്താ ഇന്നത്തെ പരിപാടി, സെലിബ്രേഷൻ എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചപ്പം സെലിബ്രേഷനായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പം കേക്ക് ഇന്നലെ രാത്രി 12 മണിക്ക് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാനൊരു യാത്രയിലാണ്, നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഡി വിളിക്കണേ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ശരി ഡി വിളിക്കാമെന്ന് പറഞ്ഞു നിധിയും. അപ്പോൾ കൂടെയുള്ള ആൾ മിഥുന് ബർത്ത്ഡേ ആണോ ഇന്ന്? അപ്പം അതേന്ന് പറഞ്ഞു കേട്ടോ. ഷെടാവോ എന്നിട്ടാണോ താനൊരു വാക്ക് പറയാതിരുന്നേ, നമുക്ക് ഓഫീസിൽ വെച്ച് സെലിബ്രിറ്റി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം ഞാനത് സ്കൂൾ കുട്ടിയാണോ ചോക്ലേറ്റ് ആയിട്ട് വന്ന് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയാനെന്ന് നിധി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പം മിഥുനൊന്ന് ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഒരിടത്ത് കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി. മിഥുൻ എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഓടിപ്പോയി ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞു. അങ്ങനെ ഓടിപ്പോയി തിരിച്ച് ഓടി കാറിൽ കയറി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൊരു പെട്ടി ചോക്ലേറ്റ് കൊടുത്തു. അപ്പോൾ ഇത് വാങ്ങാനാണോ പോയതെന്ന് ചോദിച്ചു. അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല കേട്ടോ, ഓഫീസിലായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു, ഇതിപ്പോൾ റോഡിലായി പോയില്ലേ. എനിവേ എഗെയിൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കയ്യിലേക്ക് മിഠായി കൊടുത്തപ്പം താങ്ക്സ് ഒക്കെ പറഞ്ഞു നമ്മുടെ നിധി. അതിനുശേഷം അവർ വണ്ടി എടുത്ത് പോയി. നിധി എപ്പോഴും ഈ ലോകത്തൊന്നും അല്ല. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ നിധി ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞ് നിധി ഇറങ്ങുമ്പോൾ വിളിക്കേട്ടോ, എൻ്റെ സൈറ്റ് ഇവിടെ എടുത്താ, ഞാൻ വേണമെങ്കിൽ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ ബസ്സിൽ പൊക്കോളാം. അപ്പോൾ എന്തിനാന്നേ, ഞാൻ വന്നോളാന്നേ, ഒരു ബർത്ത്ഡേ ഗേൾ ബസ്സിൽ പോയി കഷ്ടപ്പെടാനൊന്നും പാടില്ല, ഞാൻ വരാട്ടോ. ശരി താങ്ക് യു എന്ന് പറഞ്ഞപ്പോൾ നിധി അങ്ങ് ഇറങ്ങി. നിധി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിധിയെ തന്നെ നോക്കി മിഥുനിങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വരാന്തയിലേക്ക്, അതായത് പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് നിധി അന്ന് നടന്ന ഓരോ കാര്യങ്ങളായിട്ട് ആലോചിക്കുക. അതിനുശേഷം അകത്തേക്ക് കയറി ചെന്ന് ഗോപി സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അകത്തുണ്ട് ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിധി അകത്തേക്ക് ചെന്നു. അപ്പോൾ സാർ അവിടെ നിന്ന് വേറെ കേസുകളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടുപേരുമായിട്ട് സംസാരിച്ച് അവരങ്ങ് പോയി. ആ പിറകെയാണ് നിധി കയറി ചെല്ലുന്നത്. സാർ എന്ന് പറഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വാ ഇരിക്കേ. അപ്പം നിധി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇരിക്കൂ കുട്ടി. നിധി അവിടെ ഇരുന്നു. നിധിക്കാണെങ്കിൽ ഉള്ളിലൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിധിക്കൊരു ടെൻഷൻ. അപ്പോൾ എന്തിനാ കുട്ടി കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അത് പിന്നെ സാറ് ഫോണിൽ വിളിച്ച് ഡിവോഴ്സ് പാടില്ല എന്ന് പറഞ്ഞു.
പിന്നെ പറയാതെ. ഹ, എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കുട്ടിയുടെ കല്യാണം നടത്തിയത്. എന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഡിവോഴ്സൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് സെറ്റാകുന്നില്ല സാർ എന്ന് പറയുമ്പോൾ എന്ത് സെറ്റാകുന്നില്ലെന്ന്, സംസാരിച്ച് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് പ്രശ്നമുള്ളത്? കാലങ്ങളായിട്ടുള്ള ഒരു വഴി പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച് വിട്ടതേ ഉള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക നിധി, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? സുധീഷ് കുട്ടിയെ തല്ലിയോ അതോ വേറെ ഏതെങ്കിലും വിധത്തിൽ ടോർച്ചർ ചെയ്തോ എന്നൊക്കെ ചോദിച്ചുമ്പോൾ അതൊന്നുമല്ല. പിന്നെ അവൻ്റെ വീട്ടിൽ ആരെങ്കിലും കുട്ടിയെ ഉപദ്രവിച്ചോ? അയ്യോ ഇല്ല സർ. പിന്നെ എന്തിനാണ് തനിക്ക് ഡിവോഴ്സ്? കുട്ടി ഡിവോഴ്സ് വരുമെന്ന് പറയുന്നത് എന്തിനെന്താ? കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യോ അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും കാരണം വേണ്ടേ കുട്ടി? ഞങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല സാർ, അതാണെന്ന് പറഞ്ഞപ്പം പിന്നെ എന്താ കുട്ടി വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്ത് സെറ്റാകുന്നില്ലെന്ന്? അന്ന് എത്ര പ്രശ്നങ്ങൾക്കിടയിലാണ് നിങ്ങളുടെ കല്യാണം നടന്നത്. ആ ചെറുക്കൻ കുട്ടിക്ക് വേണ്ടി എത്ര അടി വാങ്ങിച്ചു കൂട്ടി, അതൊക്കെ കുട്ടി മറന്നുപോയോ എന്ന് ചോദിച്ചു. സർ തെറ്റായിട്ട് എടുക്കരുത്, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം സാറിനോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരവാണോ ഇത്? അതെനിക്ക് അറിയണം സർ, അതുകൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം സാർ അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഇതിനു മുമ്പ് ഡിവോഴ്സ് ചെയ്യാൻ നോക്കിയപ്പോഴും സാർ അതിൽ ഇടപെട്ടിരുന്നു. സാറിനോട് ഇതൊക്കെ ആരാ ഇൻഫോം ചെയ്യുന്നത്? അപ്പോൾ കുട്ടി എന്തിനാ ഇതൊക്കെ അറിയുന്നത്? അപ്പോൾ എനിക്കത് അറിയണം സർ, സാറിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അടുത്ത വണ്ടി വരുന്നു. അതും എസ് ഐ സാറിനെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ സാർ ഇങ്ങനെ അകത്തേക്ക് കയറി പോയ പോക്കിന് നിധിയെ കണ്ടു. ഇതാരാന്ന് ചോദിച്ചു. ഇത് നമ്മൾ അന്ന് കല്യാണം നടത്തി കൊടുത്ത് വിട്ടൊരു കേസാണ്. നമ്മൾ കല്യാണം നടത്തി കൊടുത്തോ? അതെ സാർ, അതെ, കുറച്ചു മാസങ്ങൾക്ക് മുൻപേ തക്കലയിൽ ഒരു ബിസിനസ്സുകാരൻ്റെ മകള് ഒരു കാർ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയ കേസില്ലേ, നമ്മൾ സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തിയ? അത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ പറയുമ്പോൾ നിധിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ. നിധി എന്നിട്ട് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.